ഇത്രയും കാലം ഈ വീടിന്റെ ഭാഗമായിരുന്ന ആളാണ് സുമിതേച്ചി. വീട്ടിലൊരു പ്രധാനപ്പെട്ട തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ചേച്ചിയുടെ അഭിപ്രായം ചോദിക്കുന്നതിൽ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ആ, അങ്ങനെ സുമിതേച്ചിയുടെ നേതൃത്വത്തിൽ നിങ്ങൾ അച്ഛനും മക്കളും കൂടി ഗൂഢാലോചന നടത്തിയ പാവം ആ അമ്മയെ ഒറ്റപ്പെടുത്തിയത്. സ്വന്തം മരുമകൾക്ക് അന്തസ്സായൊരു മാല വാങ്ങിക്കൊടുക്കാനുള്ള ഉത്തരവാദിത്തം പാവം ആ അമ്മ എങ്ങനെ നിറവേറ്റുമെന്ന് വലിയ ഉപദേശം തന്ന ആ സുമിതേച്ചി പോലും ചിന്തിച്ചില്ലല്ലോ. എന്റെ ശ്രീ, ഉപദേശിക്കാനും അഭിപ്രായം പറയാനും ഒക്കെ എല്ലാവർക്കും പറ്റും. പക്ഷേ കാര്യങ്ങൾ നടത്തിയെടുക്കാനാ പാട്. നടത്തിയെടുത്തിട്ട് ഇപ്പൊ എന്തായി? കുടുംബത്തിന്റെ മൊത്തം മാനം ഇപ്പൊ കപ്പൽ കയറിയില്ലേ? ആ, അത് നിങ്ങളുടെ അമ്മയുടെ കഴിവുകേട്. അതെ, കക്കാൻ മാത്രം പഠിച്ചാ പോരാ, നിക്കാനും പഠിക്കണം. നിങ്ങളുടെ അമ്മയ്ക്ക് അതറിയാതെ പോയത് എന്റെ കുറ്റമല്ലല്ലോ. മാപ്പ് ചോദിക്കുന്നത് ഞാനായിരിക്കും. ബന്ധുക്കളുടെയും വീട്ടുകാരുടെയും മുമ്പിൽ ഒരു കള്ളിയെപ്പോലെ എന്റെ അമ്മയ്ക്ക് തലകുനിക്കേണ്ടി വന്നപ്പോ, എന്റെ അച്ഛന് അപമാനിക്കപ്പെട്ട് മാപ്പ് പറയേണ്ടി വന്നപ്പോ അവരെ അതിൽ നിന്ന് രക്ഷിച്ച് എന്റെ കുടുംബത്തിന്റെ മാനം കാത്തതിൽ എനിക്ക് ഗിരിയോട് തീർത്താ തീരാത്ത നന്ദിയുണ്ട്. താങ്ക്സ്. താങ്ക് യു സോ മച്ച് സുമി. അത് തന്നെയാണ് എനിക്കും ഗിരിയുടെ അടുത്ത് പറയാനുള്ളത്. ഒരുപാട് നന്ദിയുണ്ട്. സുമി വായിച്ചുകൊണ്ടിരിക്കുന്ന ബുക്ക് ഏതാ? ഗ്രേറ്റ് എക്സ്പെക്ടേഷൻസ്. ഗുഡ് ചോയ്സ്. സുഖാണോ ഏട്ടാ? സുഖം മോളെ. ചേച്ചി, ചേച്ചി എന്ത് പണി ഈ കാണിച്ചേ? ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ ഒന്ന് വിളിച്ചു പറയായിരുന്നില്ലേ? എടാ, അത് പിന്നെ പെട്ടെന്ന് തീരുമാനിച്ചു വന്നതാ. ഇന്നലെ നിങ്ങളോടൊന്നും കാര്യമായിട്ട് സംസാരിക്കാൻ പറ്റിയില്ലല്ലോ. എന്നാ പിന്നെ രാവിലെ തന്നെ ഇങ്ങോട്ട് പോരാന്ന് വിചാരിച്ചു. ചേച്ചി വരുന്ന അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങളുടെ പ്ലാനൊക്കെ അങ്ങ് മാറ്റി വെക്കായിരുന്നു. അതൊന്നും സാരമില്ല, നിങ്ങൾ പ്ലാൻ ചെയ്ത പോലെ പോയിട്ട് വാ. ശരി ചേച്ചി. അക്ഷയതൃതീയ കാരണം ഒന്നിനൊരു സമയം കിട്ടിയില്ല. പുറത്തുപോയി കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. നോ പ്രോബ്ലംസ്. സമാധാനമായിട്ട് പോയിട്ട് വാ. പോയിട്ട് വരാം. ശരി ശരി മോളെ. എന്റെ ഏട്ടന്റെ പണത്തിന്റെ ബലത്തില് നീ അങ്ങനെ വലിയ മുതലാളി ചമയണ്ടടി. അതൊക്കെ എനിക്ക് അവകാശപ്പെട്ടതാ. എല്ലാം ഞാൻ തിരിച്ചു പിടിക്കുക തന്നെ ചെയ്യും. എന്റെ ശ്രീ, ഇതിനകത്ത് എന്ത് ചൂടാ! ഞാൻ ഈ ചൂട് സഹിച്ച് യാത്ര ചെയ്യണോ? ശരി, പോയിട്ട് വരാം. ഇതിനെയാണ് യോഗം എന്ന് പറയുന്നത് രാമകൃഷ്ണൻ. ഇത്രയും നാള് ബെൻസിൽ പോയ ആള് ഇപ്പൊ പാട്ടവണ്ടിയിലാ യാത്ര. എന്നാലും ഇത്രയും നാളും പാട്ടവണ്ടിയിൽ പോയ സുമിത ഇപ്പൊ ബെൻസിന്റെ ഉടമയായി. 2-4 ദിനം കൊണ്ടാർ തന്നെ
തണ്ടിലേറ്റുന്നതും ഭവാൻ, മാളിക മുള്ളിലേറിയ മണ്ണിന്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ എന്നല്ല പ്രമാണം. ഉം. അമ്മേ, നീ എന്താ മോളെ രാവിലെ തന്നെ ഇങ്ങി പോന്നേ? അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അമ്മ ഒരു പ്രശ്നവും ഇല്ല. അമ്മ ഇങ്ങനെ ആദ്യം എടുക്കാതെ. ആ, ആ. അമ്മേ കരയല്ലേ? പിന്നെ ഞാൻ എന്ത് വേണം മോളെ? കുടുംബത്തിന്റെ നല്ലതിന് വേണ്ടി ചെയ്തിട്ട് എല്ലാം തകർന്നു പോയില്ലേ? ഞാൻ കാരണം നിനക്ക് ആ വീട്ടിലുണ്ടായ നാണക്കേട് അതൊക്കെ ഓർക്കുമ്പോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല മോളെ. മോൾ എന്നോട് ക്ഷമിക്കണം. അമ്മയ്ക്ക് ഒരു തെറ്റ് പറ്റി പോയതാ. അതൊക്കെ ഇന്നലത്തോടെ ഗിരി ഇടപെട്ട് തീർത്തില്ലേ? ഇനി അമ്മ എന്തിനാ അതൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നേ? ഒന്ന് വിട്ടുകളയമ്മേ. അങ്ങനെ വിട്ടുകളയാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല ചേച്ചി ഇത്. നമ്മുടെ അമ്മ ഒരു പൊട്ടിയാ ചേച്ചി. അമ്മയെ ആർക്ക് വേണമെങ്കിലും പറ്റിക്കാം. അങ്ങനെ ചിലവരുടെ വാക്ക് കേട്ട് കുഴിയിൽ വീണതാ അമ്മ. നീ ആരുടെ കാര്യം പറയുന്നേ? നീ സാനിയെ വെറുതെ കുറ്റം പറയാൻ നിൽക്കണ്ട നന്ദു. അവള് പറഞ്ഞിട്ടൊന്നുമല്ല ഞാനിത് ചെയ്തത്. അമ്മ ആരെയും പേടിക്കുന്നേ? സത്യങ്ങളൊക്കെ ചേച്ചിയും കൂടെ അറിയട്ടെ. ചേച്ചി, അക്ഷയ തൃതീയന്റെ അന്ന് സാനിയേട്ടത്തിക്ക് ഇടാൻ നമ്മുടെ നിലയ്ക്കും വിലയ്ക്കും ചേർന്നൊരു മാല വേണമെന്ന് നമ്മൾ എല്ലാരും കൂടെ തീരുമാനിച്ചതല്ലേ? എന്നിട്ടും ഒരുപാട് വിലയുള്ള ഉരുപ്പിടി വേണമെന്ന് സാനിയേട്ടത്തി വാശി പിടിച്ചു. കാശ് മുടക്കാതെ അതെങ്ങനെ സാധിക്കാമെന്നുള്ള വിദ്യയും ഏട്ടത്തി തന്നെ അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തു. അതാ ഉണ്ടായത്. എന്നിട്ട് കുബുതി പറഞ്ഞു കൊടുത്തവരൊക്കെ നല്ല പിള്ളയും ആയി. പാവം നമ്മുടെ അമ്മ മാത്രം കള്ളിയും. ഇനിയിപ്പൊ അതൊന്നും നമ്മൾ ചർച്ച ചെയ്യേണ്ട നന്ദു. സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചില്ലേ? ഇനി അതിന്റെ പേരിൽ ആരും കുറ്റപ്പെടുത്താൻ നിൽക്കണ്ട. അച്ഛനെ കണ്ടില്ലല്ലോ. അച്ഛനവിടെ? പാവ അച്ഛൻ സങ്കടപ്പെട്ട് മുറിയിൽ തന്നെ ഇരിക്കുക. ഇന്നത്തെ ദിവസം ഒന്നും കഴിച്ചിട്ടില്ല. എല്ലാരും കൂടെ വറ്റി വെച്ചതിന്റെ ഫലം അനുഭവിച്ചത് പാവ അച്ഛനാണല്ലോ. ഞാൻ അച്ഛനെ ഒന്ന് കണ്ടേ. അച്ഛാ, എനിക്കറിയായിരുന്നു. അതാ ഞാൻ വന്നത്. നിന്റെ അമ്മ കാരണം നിനക്ക് അവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായതിലേ എനിക്ക് സങ്കടമുള്ളൂ മോളെ. എനിക്കവിടെ എന്ത് പ്രശ്നം ഉണ്ടായെന്ന് അച്ഛനീ പറയുന്നേ? ഇന്നലെ അവിടെ വന്ന് ഇത്രയും വലിയ പുകില് കാണിച്ചപ്പോ നിന്റെ അഭിമാനമല്ലേ നഷ്ടപ്പെട്ടത്? അപ്പൊ അച്ഛന്റെ അഭിമാനത്തിന് വിലയില്ലേ? അത്രയും പേരുടെ മുമ്പിൽ വെച്ച് അച്ഛനും മാപ്പ് പറയേണ്ടി വന്നിരുന്നെങ്കിലോ? ഗിരി ആ വിഷയത്തെ എങ്ങനെയാണ് ഡീൽ ചെയ്യുന്ന അച്ഛൻ കണ്ടതല്ലേ? അച്ഛാ, ഗിരി പറയുന്നതിനപ്പുറം അവിടെ ഒന്നുമില്ല. ആ വീട്ടിലെ അവസാന വാക്ക് ഗിരിയാ. ഗിരി അമ്പലത്തിൽ വെച്ച് നിന്നോട് കയർത്ത് സംസാരിച്ചപ്പോ ഞാൻ അയാളെ വല്ലാതെ തെറ്റിദ്ധരിച്ചു. പക്ഷേ പുറമേയുള്ള മർക്കടമുഷ്ടിക്കും മുൻകോപത്തിനും അപ്പുറം അയാൾ ഒരു നല്ല മനുഷ്യനാണ്. നിനക്ക് അങ്ങനെ ഒരാളെ ഭർത്താവായി കിട്ടിയത് ഉജ്ജന്മ സുഹൃതമാണെന്ന് കരുതണം മോളെ. സുമി വയ്യാതെ കിടന്നപ്പോ ഞാൻ സുമിയോട് കാണിച്ച സ്നേഹവും അടുപ്പവും അത് എങ്ങനെയെങ്കിലും ഇയാളെ ഒന്ന് പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി മാത്രമായിരുന്നു. പണ്ട് കിരണിന്റെ അടുത്ത് നിന്ന് എനിക്ക് കിട്ടിയ മോശാനുഭവം കാരണം കുടുംബജീവിതം എന്ന് പറയുന്ന സങ്കല്പം തന്നെ എന്റെ മനസ്സിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിരുന്നു. സാധാരണ ഒരു ഭാര്യാഭർത്തൃ ബന്ധത്തിലുണ്ടാവുന്ന പ്രതീക്ഷകളൊന്നും ഞങ്ങൾക്കിടയിലില്ല. എങ്കിലും ഇതുവരെ തോന്നിയിരുന്ന ഒരു ചെറിയ അകലം പോലും എനിക്ക് ഗിരിയോടിപ്പ് തോന്നില്ല അച്ഛാ. ഞാൻ ആ ആക്സിഡന്റിനെ പറ്റി കിടപ്പിലായതോടെ ഗിരി എന്റെ അടുത്ത് ഒരുപാട് നന്നായിട്ട് പെരുമാറാൻ തുടങ്ങി. ഗിരി എന്നോട് കാണിച്ച സ്നേഹവും കരുതലും കൊണ്ടാ ഇതാ ഞാനിങ്ങനെ ഇന്ന് എഴുന്നേറ്റ് നടക്കുന്നത് തന്നെ. ഗിരി എന്റെ അടുത്ത് കാണിക്കുന്ന ആ സ്നേഹം അത് സത്യമാണെന്ന് വിശ്വസിക്കാൻ എനിക്കിപ്പോഴും ഇഷ്ടം. അതിൽ അവിശ്വസിക്കാൻ എന്തിരിക്കുന്നു മോളെ?
അപകടം പറ്റിയ നിന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്നത് ഗിരിയുടെ ഉറച്ച തീരുമാനമായിരുന്നു. അതിൽ അയാൾ വിജയിക്കുകയും ചെയ്തു. അങ്ങനെ ഒരാളോട് നിനക്ക് കടപ്പാടുണ്ടാകണം മോളെ. എന്റെ മനസ്സിൽ ഗിരിക്കിപ്പോ എന്തോ ഒരു സ്ഥാനമുണ്ടെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് അച്ഛൻ. പക്ഷെ ആ സ്ഥാനം അതെങ്ങനെയുള്ളതാണെന്ന് എനിക്കിപ്പോഴും അറിയില്ല. അത് കണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ് ഞാനിപ്പോ. ഗിരിയുടെ സ്വഭാവത്തിലെ ഞാൻ ഇഷ്ടപ്പെടാതിരുന്ന പല കാര്യങ്ങളും എന്നെ ഇപ്പൊ ബാധിക്കുന്നതേയില്ല. അതെല്ലാം ഇപ്പൊ എന്റെ ജീവിതത്തിലെ ഭാഗമായി കഴിഞ്ഞു. നല്ല മനസ്സുള്ള മനുഷ്യരെ ഈ ലോകത്തിൽ വളരെ ചുരുക്കമായി നമുക്ക് കണ്ടെത്താനാകും മോളെ. ഗിരി നല്ല മനസ്സുള്ള ഒരാളാണ്. അതുകൊണ്ട് ഗിരിയെ നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമായി നീ ഏറ്റെടുക്കണം. എല്ലാ രീതിയിലും സൂക്ഷിച്ചും ശ്രദ്ധിച്ചും യാതൊരു തട്ടുകേടും സംഭവിക്കാതെ ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് വേണ്ടത്. നിന്റെ ജീവിതത്തിൽ മുമ്പുണ്ടായ കൈപ്പേറിയ അനുഭവങ്ങളെല്ലാം നീ പാടെ കുഴിച്ചു മൂടണം. അച്ഛൻ പറയുന്നത് പൂർണ്ണമായും ശരിയാണ്. ഗിരി തനി തങ്കാണ് അച്ഛാ. അത് വിട്ടുകളയാൻ ഞാൻ തയ്യാറല്ല. ഗിരി തിരക്കിലാണോ? ഏയ് ഒട്ടുമല്ല. ഞാനിന്ന് വീട്ടിൽ പോയിരുന്നു. അച്ഛനെ കണ്ടു. അച്ഛനോട് ഒരുപാട് സംസാരിച്ചു. കൂടുതലും ഗിരിയെ കുറിച്ച് തന്നെയാ സംസാരിച്ചത്. അച്ഛനോട് സംസാരിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് ഗിരിയുടെ അടുത്തുണ്ടായിരുന്ന പരാതിയും പരിഭവമൊക്കെ എല്ലാം ഇല്ലാണ്ടായി തന്നെ പറയാം. എന്നെ ഭാര്യയായിട്ട് അംഗീകരിച്ചില്ലെങ്കിലും ഗിരിയുടെ ഉള്ളില് എവിടെയോ എന്നോട് ഒരു കരുണയും കരുതലും ഒക്കെ ഉണ്ടെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഇപ്പൊ എന്താ സുമിക്ക് അങ്ങനെ തോന്നാൻ കാര്യം? ഇന്നലെ രാത്രിയിൽ എല്ലാവരുടെയും മുമ്പിൽ അച്ഛനും അമ്മയും തകർന്നു പോയപ്പോഴേ അവരെ ഗിരി ചേർത്ത് നിർത്തിയ പോലെ ആരും ആർക്കും വേണ്ടി നിൽക്കില്ല ഗിരി. ഹോ, അതാണോ കാര്യം? അതെല്ലാരും ചെയ്യുന്ന കാര്യമല്ലേ സുമി? അല്ല ഗിരി, അങ്ങനെയൊക്കെ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യണമെങ്കിലേ ഒരു വലിയ മനസ്സ് വേണം. ഗിരിയുടെ ആ മനസ്സ് എനിക്കിപ്പോ കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ അപകടം പറ്റി വീണ് കിടന്നപ്പോ അഭിനയിച്ചിട്ടാണെങ്കിലും എന്നെ സാധാരണ ജീവിതത്തിലേക്ക് ഗിരി തിരികെ കൊണ്ടുവന്നില്ലേ? അങ്ങനെയൊക്കെ ചിന്തിക്കാനും അതിനായി മാത്രം സമയം കണ്ടെത്താനും ഒരുപാട് നന്മയുള്ള മനുഷ്യർക്ക് മാത്രമേ പറ്റുള്ളൂ. ഗിരിക്ക് എന്നെ ഭാര്യയായിട്ട് അംഗീകരിക്കാൻ പറ്റാത്തതിലുള്ള കാരണം അതെന്തോ ആവട്ടെ, അതൊന്നും എന്നെ ഇപ്പൊ ബാധിക്കുന്നതേയില്ല. ഈ ചെറിയ കാലത്തെ നമ്മുടെ ജീവിതത്തിനിടയിലെ ഞാൻ ഗിരിയുടെ അടുത്ത് ഒരുപാട് അടുത്തുപോയി. ആ അടുപ്പം വേണ്ടാന്ന് വെക്കാൻ എന്നെ കൊണ്ട് ചിലപ്പോൾ ഇനി സാധിക്കില്ല. അതുകൊണ്ട് ഞാൻ ഒരു ഉറച്ച തീരുമാനത്തിലെത്തി കേട്ടോ. ഗിരി ആഗ്രഹിച്ച പോലെ ഞാൻ ഇന്ന് മുതൽ ഗിരിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കും. എന്തും ഏതും തുറന്നു പറയാൻ പറ്റുന്ന ഏറ്റവും അടുപ്പുള്ളൊരു സുഹൃത്ത്. സ്നേഹത്തിന് വേണ്ടിയേ ഗിരിയുടെ പുറകെ നടക്കുന്ന ഒരു ശല്യക്കാരി ആവുകയില്ല ഞാൻ. ഇപ്പോഴത്തെ ഈ സുമിത ഗിരിധറിൽ നിന്ന് പഴയ സുമിത ചന്ദ്രനിലേക്കുള്ളൊരു യാത്ര ഞാൻ തുടങ്ങിക്കഴിഞ്ഞു. ഗിരിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ഞാൻ സ്വപ്നം കണ്ട എന്റേതായിട്ടുള്ളൊരു ലോകം ഉണ്ടായിരുന്നു. അധ്യാപനവും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഒക്കെ സ്വപ്നം കണ്ടൊരു ലോകം. എനിക്ക് ആ ലോകത്ത് ഇനി സജീവമാവണം. എപ്പോഴോ എനിക്ക് നഷ്ടപ്പെട്ടു പോയ ആ പഴയ സുമിതയെ കണ്ടെത്താൻ ഗിരി എന്റെ ഒപ്പം ഉണ്ടാവണം. ഒരു ഭർത്താവ് എന്ന നിലയിലല്ല, ആത്മാർത്ഥ സുഹൃത്ത് എന്ന നിലയിൽ. സുമിത, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? സുമി, സുമി. ഗിരി,
ഗിരി ഗിരി എന്നെ വിളിച്ചോ? ഓ, ഉറക്കത്തിൽ പിച്ചുമയും പറഞ്ഞല്ലേ? സുമി, എനിക്ക് മാപ്പ് തരണം. ഞാൻ നിന്നോട് ചെയ്തത് വലിയ തെറ്റാണ്. എനിക്കറിയാം, ഒരു പെണ്ണിനോടും കാണിക്കാൻ പാടില്ലാത്ത ക്രൂരതയാണ് ഞാൻ നിന്നോട് കാണിച്ചത്. സുമി, നിന്നെ എനിക്കൊരുപാട് ഇഷ്ടമാണ്. പക്ഷെ അത് സമ്മതിക്കാൻ എന്റെ മനസ്സിനെന്തോ പേടിയാ. നിന്നോടുള്ള എന്റെ സ്നേഹം എനിക്ക് ഒരിക്കലും തുറന്ന് പ്രകടിപ്പിക്കാൻ പറ്റില്ല. അതെന്റെ ഗതികേടാണ് സുമി. അങ്ങനെ ചെയ്ത നിന്നെ എനിക്ക് നഷ്ടപ്പെടും. ഇതുവരെ പലതും എനിക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത് പോലെ സ്നേഹിച്ചവരെയൊക്കെ നഷ്ടപ്പെടാനാണ് എന്നും എന്റെ വിധി. എന്നെ ജീവന് തുല്യം സ്നേഹിച്ച എന്റെ അമ്മ, നീ എന്നോട് പൊറുക്കണം സുമി, പൊറുക്കണം. മാപ്പ് സുമിത. ഗുഡ് മോർണിംഗ് സാർ. വെരി ഗുഡ് മോർണിംഗ്. താങ്ക് യു. ഞാൻ ഗിരി സാറിനോട് ഒരു കാര്യം പറയാൻ മറന്നുപോയി. കഴിഞ്ഞ ദിവസം ഖത്തറിൽ പോകാനായിട്ട് സാറിന്റെ ബാഗ് പാക്ക് ചെയ്തപ്പോൾ അതിനുള്ളിൽ നിന്നൊരു സാധനം കിട്ടി. ഞാനതിവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എന്ത് സാധനം? ഒരു ലേഡീസ് ബാഗ്. ലേഡീസ് ബാഗോ? അതെങ്ങനെ എന്റെ പെട്ടി വന്നു? അറിയില്ല സാർ. എന്തായാലും ഞാൻ അതിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് എന്താ ഇപ്പൊ ഞാൻ വാങ്ങുക? എന്തേലും ഡ്രസ് മെറ്റീരിയൽ ആയാലോ? ഞാനിവിടെ വരുമ്പോഴൊക്കെ എന്റെ വൈഫിന് ബ്രാൻഡഡ് ഹാൻഡ് ബാഗ്സ് ആണ് വാങ്ങിക്കാറ്. ഞാനത് US ട്രിപ്പ് പോയപ്പോ വാങ്ങിയതാ. പെട്ടിന്ന് എടുക്കാൻ വിട്ടുപോയതാ. താങ്ക്സ്. ഗിരി ഇപ്പൊ ലേഡീസ് ബാഗാണ് ഉപയോഗിക്കുന്നത്. അല്ല, സ്ത്രീ വിരോധിയായിട്ടുള്ള ഗിരിയുടെ കയ്യിലെ എങ്ങനെയാ ഈ ലേഡീസ് ബാഗ് എന്ന്? അതോ ഇനി വല്ല കാമുകിമാർക്കും സമ്മാനം കൊടുക്കാൻ വാങ്ങിയതാണോ? ഇത് ഞാൻ സുമിക്ക് വേണ്ടി വാങ്ങിയതാ. അത് വേറെ. ഞാനിപ്പൊ ഈ ബാഗിന്റെ കാര്യം ചോദിച്ചോണ്ട് ഇപ്പൊ മനസ്സിൽ തോന്നി പറഞ്ഞല്ലേ. ഗിരി ഇപ്പൊ ഇത് വേറെ ആർക്കെങ്കിലും വേണ്ടി വാങ്ങിയതെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കും. പക്ഷെ എനിക്ക് വേണ്ടി വാങ്ങിയെന്ന് പറഞ്ഞാൽ അന്നോണം. സുമിക്ക് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിച്ചാ മതി. ഞാനിത് കഴിഞ്ഞ തവണ US പോയപ്പോ നിനക്ക് വേണ്ടി വാങ്ങിയതാണ്. ഗിരി US പോയിട്ട് വന്നിട്ട് 3 മാസം കണ്ടായില്ലേ? എന്നിട്ട് എന്താ ഇത്ര കാലമായിട്ടും ഗിരി എനിക്കിത് തരായിരുന്നത്? സത്യം പറയാലോ, മറന്നുപോയതാണ്. അപ്പൊ യാത്ര പോകുമ്പോഴൊക്കെ എന്നെ ഓർക്കാറുണ്ടല്ലേ? US എന്റെ സുഹൃത്ത് ജോർജ് ജോസഫ് പറഞ്ഞതിന്റെ പേരിൽ മാത്രമാണ് ഞാനിത് വാങ്ങിയത്. അല്ലാതെ സുമിയെ ഓർത്തിട്ടൊന്നുമല്ല. സുമി, നിന്നെ എനിക്കൊരുപാട് ഇഷ്ടം. അതൊന്നുമല്ല സത്യം, എനിക്കറിയാം. ഉറക്കത്തിൽ പറയുന്നതല്ല സത്യമായിരിക്കും. സുമി എന്താ പറഞ്ഞ്? എനിക്ക് മനസ്സിലായില്ല. ഉറക്കത്തിൽ ഞാൻ എന്താ പറഞ്ഞത്? അല്ല, ഇപ്പോഴും ഗിരി ഉറക്കത്തിൽ നന്നായിട്ട് കൂർക്കം വലിക്കുന്നുണ്ടെന്ന് പറയായിരുന്നു. അത്രേ ഉള്ളൂ.